നമസ്കാരം. നമ്മളൊക്കെ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുന്നവരും കൃത്യസമയത്ത് കഴിക്കാത്തവരും ഒരുപാട് പേരുണ്ട്. ഈ ഭക്ഷണം പ്രോപ്പറായി കഴിക്കാത്തത് കൊണ്ട് നമുക്ക് പല ശാരീരിക ആരോഗ്യ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇവയെല്ലാം കൃത്യമായിരിക്കണം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെടുന്ന സമയം 7:30 മുതൽ 8:30 നമുക്ക് എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഈ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. അതിൽ ഒരു മാറ്റമില്ല. നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ സമയം കണ്ടെത്തുന്നു, നമ്മുടേതായ രീതിക്ക് എന്തുകൊണ്ട് നമ്മൾ സമയം കണ്ടെത്തുന്നില്ല? അപ്പോൾ 7:30 to 8:30 നിർബന്ധമായും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. അതിലൊരു മാറ്റവും. മനസ്സിലായല്ലോ? പിന്നെ നമ്മുടെ ലഞ്ച്, പല ആളുകൾക്ക് സമയം കൃത്യമല്ല. 2 മണി, 3 മണി, 4 മണിയൊക്കെയാണ്. ഇവിടെ ഞാൻ നിർദ്ദേശിക്കപ്പെടുന്ന സമയം 12:30 മുതൽ 1:30 വരെയാണ്. ഇതിനുള്ളിൽ നിങ്ങൾ ലഞ്ച് കഴിച്ചിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. പിന്നെ വൈകിട്ടുള്ള ഡിന്നർ, ഈ ഡിന്നർ കഴിക്കേണ്ട സമയം 7 മണി മുതൽ 7:30 കഴിഞ്ഞിരിക്കണം. നമ്മൾ ഉറങ്ങുന്നതിന് ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ ഉള്ളിൽ ഡിന്നർ കഴിച്ചാൽ നമുക്ക് അതിൻ്റെ വ്യത്യാസം നന്നായി നമ്മുടെ ആരോഗ്യത്തിലും ശരീരത്തിലും ഉറക്കത്തിലും അനുഭവപ്പെടാൻ സാധിക്കും. നമ്മളൊക്കെ സാധാരണ രീതിയിൽ പലരും ചെയ്യുന്ന എന്താണ്, വൈകിട്ട് കുളിയും മറ്റൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന നേരം ഉറങ്ങാൻ പോകും. അതല്ല വേണ്ടത്. ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ, ലഞ്ചിന്റെ, ഡിന്നറിന്റെ സമയം ഇതായിരിക്കണം. ചിലർ ഇത് ഫോളോ ചെയ്യുന്നത് എനിക്കറിയാം. അല്ലാത്ത ആളുകളും അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ഉറക്കം എന്ന് പറയുന്നത് 8 മണിക്കൂർ വേണം. നമുക്കറിയാം, പല ബുക്കുകളിലും പല ഓഡിയോസിലും വീഡിയോസിലും ഒക്കെ നമ്മൾ കേൾക്കാൻ, ഡോക്ടേഴ്സൊക്കെ നമ്മൾ പറയാറുണ്ട് 8 മണിക്കൂർ നിർബന്ധമായി ഉറങ്ങിയിരിക്കണം, ഇല്ലേ? നിർബന്ധമായി 8 മണിക്കൂർ ഉറക്കം വേണം. 6 മണിക്കൂർ നിർബന്ധമായി നിങ്ങൾ ഉറങ്ങിയിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ വെള്ളം കുടി വളരെ കുറവാണ് പലരും. അപ്പോൾ ഒരു വ്യക്തി 75 കിലോ ഉണ്ടെന്ന് വിചാരിക്കുക. ക്ലിയർ? ഒരു വ്യക്തി 75 കിലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി കുടിക്കേണ്ട വെള്ളം ഒരു ദിവസം 3 ലിറ്റർ വെള്ളം. മനസ്സിലായോ? അപ്പോൾ 25 കിലോ ഉള്ള 1 കിലോ വെച്ച് 1 ലിറ്റർ വെച്ചിട്ട് 50 കിലോ വെച്ചാൽ 2 ലിറ്റർ, 75 കിലോ 3 ലിറ്റർ. ഈ രീതിയിൽ നമ്മൾ പോകണം. അപ്പൊ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഒരു ഡയറ്റ് തുടങ്ങുന്നതിന് മുമ്പ്, ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രോപ്പർ ഡയറ്റ് എന്ന് പറഞ്ഞാൽ പല ആളുകളുടെ ഒരു ധാരണയുണ്ട്, എന്താണ്, എന്താ വെയിറ്റ് കൂടാൻ, വെയിറ്റ് കുറയാൻ. അല്ല, നമ്മൾ ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ആദ്യം നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായ ഉറക്കം, അതിനുശേഷം എന്താണ്, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. ഈ ഭക്ഷണത്തിൽ നമ്മൾ കൂടുതൽ ചെയ്യേണ്ട രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് 7:30 മുതൽ 8:30 കഴിക്കേണ്ടത് നമ്മൾ എന്താ വെച്ചാൽ ദോശ, ഇഡ്ഡലി, എന്താ പറയുക, ചപ്പാത്തി, അങ്ങനെയുള്ള അരി ഭക്ഷണങ്ങളാവാം രാവിലത്തെ. മനസ്സിലാവുന്നുണ്ടോ? ഉച്ചയ്ക്ക് നമ്മൾ സാധാരണ നമ്മളെല്ലാം ചോറാണ് കഴിക്കാറ്. കുറച്ച് 25% ചോറും 50% പച്ചക്കറി, ഫ്രൂട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങൾ കൂട്ടുക. വൈകിട്ട് നിങ്ങൾ പരമാവധി കാർബോഹൈഡ്രേറ്റ്, അരി, ഗോതമ്പ് എന്നെല്ലാം പൂർണ്ണമായും ഒഴിവാക്കുക. അവിടെ നിങ്ങൾ കഴിക്കേണ്ടത് പച്ചക്കറി കൊണ്ട് സലാഡോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വല്ല ഓട്സോ അല്ലെങ്കിൽ റാഗി, മില്ലറ്റ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കഴിക്കുക. പിന്നെ ഞാനിത് ജനറലായി പറഞ്ഞെന്ന് മാത്രം. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക, ശാരീരിക ആരോഗ്യ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഡയറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ യോഗ ഹെൽത്ത് സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം യോഗയും വ്യായാമം ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ കൃത്യമായ രീതിയിൽ ഡയറ്റ് കൊടുക്കുന്നുണ്ട്, തരുന്നുണ്ടല്ലോ. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓരോരുത്തർ ജീവിത സാഹചര്യത്തിനനുസരിച്ച് ഡയറ്റ് നമ്മൾ തരാറുണ്ട്. അപ്പൊ അതനുസരിച്ച് ഫോളോ ചെയ്യുക. ഒരു കാര്യം ഞാൻ പറയുന്നു, നമുക്ക് എന്ത് മാനസിക ചിന്ത, ശാരീരിക ആരോഗ്യ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഡോക്ടറെ കണ്ട് ഡോക്ടർ നിർദ്ദേശങ്ങൾ പാലിക്കുക. പിന്നെ അടുത്തൊരു കാര്യം, പരമാവധി ചായ, കാപ്പി പൂർണ്ണമായും ഒഴിവാക്കുക. അല്ലെ?
ഒറ്റയടിക്ക് നിർത്താൻ പറയുന്നില്ല, പതുക്കെ പതുക്കെ കുറേശ്ശെ ചായ കാപ്പി നിർത്തി പോവാം. അപ്പോൾ ഞാൻ നിർദ്ദേശിക്കുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇത് കൃത്യമായി ഫോളോ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഒരു ദിവസം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ 100% കഴിക്കുന്നുണ്ടെങ്കിൽ 50% പച്ചക്കറിയും ഫ്രൂട്ട്സും, 25% കാർബോഹൈഡ്രേറ്റും, 25% പ്രോട്ടീനും. മനസ്സിലായോ? ആ രീതിയിൽ പോട്ടെ. വീഡിയോ കൂടുതൽ വലുതാക്കുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള പുതിയ അറിവുകൾ ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് അയക്കുന്നതാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ പരമാവധി ഫോളോ ചെയ്ത് പോകാൻ നോക്കുക, കേൾക്കാൻ ശ്രമിക്കുക സമയം ലഭിക്കുമ്പോൾ. അപ്പോൾ ഞാൻ യോഗ വ്യായാമം നടത്തുന്ന സമയത്ത് ഞാൻ യോഗയുടെ 5 പോയിന്റ് കൃത്യമായി ഫോളോ ചെയ്യുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ കാര്യം 5 പോയിന്റ്സ് ഓഫ് യോഗ. പ്രോപ്പർ എക്സസൈസ്, അതിലാണ് നമ്മൾ പറയുന്ന യോഗ വിത്ത് വാമപ്പ് വർക്കൗട്ട് കാര്യങ്ങൾ, പ്രോപ്പർ ബ്രീത്തിങ്, പ്രോപ്പർ ഡയറ്റ്, പ്രോപ്പർ റിലാക്സേഷൻ, പോസിറ്റീവ് ആൻഡ് മെഡിറ്റേഷൻ. ഒരു വ്യക്തിയുടെ മാനസിക ചിന്ത, ശാരീരിക ആരോഗ്യ പ്രശ്നം കൃത്യമായിട്ട് സൊല്യൂഷൻ തന്നെയാണ്. മറ്റുള്ളവരും വ്യത്യസ്തമായ രീതിയിലാണ് ട്രെയിനിങ് നൽകി വരുന്നത്. അത് കൃത്യമായി ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീണ്ടും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഇതിൽ കാണിക്കുന്ന നമ്പറിൽ എന്നെ വിളിക്കാം, ചോദിക്കാം, സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.